ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈകുന്നേരം ചായക്കൊപ്പം വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്, നല്ലൊരു ചായക്കടിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം മസാല കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കണം. ഫസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വളരെ കുറഞ്ഞ അളവിൽ 2 ടീസ്പൂൺ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. ജീരകത്തിനോടൊപ്പം പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും തിന്നായിട്ടൊന്ന് മാക്സിമം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് എൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതിൻ്റെ പേരിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും. നമ്മൾ ഈ സ്നാക്സ് എല്ലാം തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും തേങ്ങയുടെ അളവൊക്കെ അതിൻ്റെ മിതമായ അളവിൽ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, ഒരുപാട് കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ തേങ്ങയെല്ലാം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു സവാള. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാള ഉണ്ടാവും, അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റിൽ ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതും ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകും കൂടിയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഫ്ലെയിം എല്ലാം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ച് വയ്ക്കാം. ഈ ഒരു സമയം നമുക്കിതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതിയാവും, ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം ഒരു പകുതിയിൽ കൂടുതൽ അളവിൽ ഇതെല്ലാം വെന്തിട്ടുണ്ടാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. കറിവേപ്പിലയ്ക്ക് പകരം നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ രണ്ടും പകുതി അളവിലും ചേർക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മസാലക്കൂട്ടെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മിക്സ് എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത്, ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1.5 കപ്പ് അളവിൽ ഞാനിപ്പോൾ ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി മാവാണെങ്കിലും ദോശമാവാണെന്നുണ്ടെങ്കിലും ഏതാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്, ഒരുപാട് പുളിയുള്ളത് നമ്മൾ എടുക്കാൻ പാടില്ല. സാധാരണ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പാണ് ഇത്. ഇതുപോലെ ഇത്രയും കട്ടിക്ക് ഉണ്ടാവണം. കൂടെ തന്നെ നമ്മളിതാ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മസാല മിക്സും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ഈ സവാളയും അതുപോലെ തന്നെ ഈ ക്യാരറ്റും മസാലകളും എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഉടനെ ചേർക്കുന്നതിനേക്കാളും ഒരു സ്പെഷ്യൽ ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് വറുത്ത പച്ചരിപ്പൊടിയും കൂടി. അപ്പോൾ നമ്മൾ ഈ പച്ചരിപ്പൊടി ഇതിലേക്ക് ചേർക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ദോശമാവ് നല്ലതുപോലെ വെള്ളം പോലെ ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അരിപ്പൊടി ചേർക്കേണ്ടി വരും. അതല്ല നല്ല കട്ടിയായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ അളവിലാണ് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ദോശ ബാറ്റർ ഉള്ളത്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ കുരുമുളകും കൂടി. അപ്പോൾ നമ്മൾ ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ദോശമാവിനുള്ള ഈ പുളി ഉണ്ടല്ലോ, അപ്പോൾ ആ പുളി ഒന്ന് കുറഞ്ഞിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരല്പം കുരുമുളക് നമ്മൾ ചേർക്കുന്നത്. കുരുമുളക് പൊടി ചേർക്കരുത്, മുഴുവൻ കുരുമുളക് തന്നെ ചേർത്ത് കൊടുത്തേക്കണം.
നമ്മൾ നേരത്തെ മസാലക്കൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവണം നമ്മുടെ ഈ ബാറ്റർ. അധികം ലൂസായി പോകരുത്. അധികം ലൂസായി പോയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നല്ലതുപോലെ എണ്ണ വലിച്ചെടുക്കും. അതിൻ്റെ പേരിലാണ്. നമ്മളിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഈ ബാറ്റർ ഇരിക്കാനായിട്ട്. ഇതുപോലെ നല്ല കട്ടിയായിട്ടുണ്ടാവണം. അധികം വെള്ളമായി പോകരുത്. അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ടുണ്ടാവാനും പാടില്ല. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഈ ബാറ്ററി കയ്യിലേക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ ബോളിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാൻ നിൽക്കരുത്. എങ്കിൽ പിന്നെ അകം വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിൻ്റെ പേരിൽ നല്ലതുപോലെ ഫ്ലാറ്റായിട്ട് വേണം നമ്മളിതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇടാനായിട്ട്. നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊരല്പം വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയോ ഒന്നും പുരട്ടിയതിന് ശേഷം പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയൊരു ഹോൾ കൂടി ഒന്ന് നടുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നന്നായിട്ട് എല്ലാ സ്ഥലവും നല്ല രീതിയിലൊന്ന് മൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ആ ബോളിൻ്റെ ഷേപ്പിലിടുന്നതിനേക്കാൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിടുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളിതെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ടാവണം. അതിന് ശേഷം പിന്നീട് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം നമ്മളിപ്പോൾ കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുറം ഭാഗം മാത്രം നന്നായിട്ട് കളറൊക്കെ മാറിയിട്ട് അകം വേകാതെ കിട്ടും. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ചാണ് ഇത് വെച്ചിട്ടുള്ളത്. ചെറിയ ഫ്ലെയിം ആയതിൻ്റെ പേരിൽ തന്നെ നമ്മൾ ലൈറ്റായിട്ട് മാത്രം ഒന്ന് കളറ് മാറിയാൽ മതിയാവും. ഒരുപാട് സമയത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മുടെ സ്നാക്സ് എല്ലാം വന്നിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ പേരിൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പുറം ഭാഗവും നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഒരുപാട് ക്രിസ്പി ആയിട്ടുണ്ടാവില്ല. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളറൊന്ന് മാറ്റിയെടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, നമ്മൾ ഈ സ്നാക്സ് എല്ലാം തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മളിതിങ്ങനെ എടുക്കുന്ന ടൈമിൽ ഫ്ലെയിം നന്നായിട്ടൊന്നും കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്കും അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നും പുറത്ത് പോയിക്കോളും. അതിനുശേഷം പിന്നീട് അത് ചെറുതായിട്ടൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരല്പം കറിവേപ്പിലയും ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിതിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ ദോശമാവ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് സ്നാക്സ് എല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യലായിട്ടായിരിക്കും നമുക്ക് ഉറപ്പായിട്ട് ഇത് കിട്ടുന്നത്. ആ തേങ്ങയുടെ ആ ടേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ മസാല കൂട്ടുകളൊക്കെ വൈറ്റ് ചേർത്തതിൻ്റെ ആ സ്പെഷ്യലൊക്കെ ഉണ്ടാവും. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എന്നെ മറക്കാതെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.